ശതാബ്ദി നിറവിൽ വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിന്റെ സുപ്രധാന ഏട്. 1865 പൊതുനിരത്തുകൾ എല്ലാവർക്കുമായി തുറന്നു നൽകിയെങ്കിലും വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ 100 മീറ്റർ ചുറ്റളവിൽ അവർണർക്ക് പ്രവേശനമില്ല എന്ന മുന്നറിയിപ്പ് പലകകൾ നിലകൊണ്ടു. വിലക്കപ്പെട്ട വഴിയിലൂടെ തല ഉയർത്തിപ്പിടിച്ച് സ്വതന്ത്രമായി നടക്കുന്നതിനായി ഒരു കൂട്ടം ജനങ്ങൾ നടത്തിയ പോരാട്ടമാണ് വൈക്കം സത്യാഗ്രഹം. 1923 ദേശാഭിമാനിയുടെ പത്രാധിപനായിരുന്ന TK മാധവൻ INC സമ്മേളനത്തിൽ അയിത്തത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചു. 1924 മാർച്ച് 30 പുലയ, ഈഴവ, നായർ സമുദായാംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ എന്നിവരിലൂടെ സമരത്തിന് ആരംഭം കുറിച്ചു. വിലക്കപ്പെട്ട വഴിയുടെ ബാരിക്കേഡുകൾക്ക് നേരെ ധൈര്യപൂർവ്വം നടന്നു നീങ്ങിയ അവരെ ഭരണകൂടം തുറങ്കിലടച്ചു. സമരത്തെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്നും ലാൽ സിംഗിന്റെ നേതൃത്വത്തിൽ അകാലികൾ വൈക്കത്തെത്തി. EV രാമസ്വാമി നായ്ക്കറുടെ നേതൃത്വത്തിൽ നാഗർകോവിലിൽ നിന്നും ജാഥ വൈക്കത്തെത്തി. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന പങ്കാളിയായ EV രാമസ്വാമി നായ്ക്കർ വൈക്കം ഹീറോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ, CV കുഞ്ഞിരാമൻ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ. 1924 നവംബർ 1 മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടന്നു. ഇതേ സമയം ഡോക്ടർ ME നായിഡുവിന്റെ നേതൃത്വത്തിൽ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്കും ജാഥ നടന്നു. വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു നൽകണം എന്നാവശ്യപ്പെട്ട് N കുമാരൻ 1925 തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം പരാജയപ്പെട്ടുവെങ്കിലും സമരം തുടർന്നു. സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് 1925 മാർച്ച് 8 ഗാന്ധിജി കേരളത്തിലെത്തുകയും പ്രശ്ന പരിഹാരത്തിനായി ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ദേവൻ നീലകണ്ഠൻ നമ്പൂതിരി എന്ന മതനേതാവ് ഇന്തംതുരുത്തി മനയിലേക്കുള്ള ഗാന്ധിജിയുടെ പ്രവേശനം തടഞ്ഞത് വഴി അയിത്തത്തിന്റെ കയ്പ് ഗാന്ധിജിക്കും നേരിടേണ്ടി വന്നു. റീജന്റ് മഹാറാണി സേതുലക്ഷ്മി ഭായിയുമായി ഗാന്ധിജി നടത്തിയ ചർച്ചകളുടെ ഫലമായി സമര നേതാക്കളെ റാണി ജയിൽ മോചിതരാക്കി. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ റോഡുകളും എല്ലാവർക്കും തുറന്നു നൽകണം എന്നാവശ്യപ്പെട്ട് 23,000 പേർ ഒപ്പുവെച്ച നിവേദനം റാണിക്ക് സമർപ്പിച്ചു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള മറ്റെല്ലാ വഴികളും എല്ലാവർക്കും തുറന്നുകൊടുത്തതോടെ 1925 നവംബർ 23 സമരം വിജയകരമായി അവസാനിപ്പിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം എന്നിവയ്ക്ക് പ്രചോദനമായി മാറിയ വൈക്കം സത്യാഗ്രഹം ഒടുവിൽ ആധുനിക കാലത്തിന്റെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ക്ഷേത്രപ്രവേശന വിളംബരത്തിനും കാരണമായി. 603 ദിവസം നീണ്ടുനിന്ന സമത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ അലകൾ രാജ്യമൊട്ടാകെ ഉണ്ടാക്കിയ കേരളത്തിന്റെ മഹാസമരമായ വൈക്കം സത്യാഗ്രഹത്തിന് ഇന്ന് 100 വർഷം.